ഉണ്ണി, നവരാത്രി സമയത്ത് കച്ചേരികൾ നടക്കുമല്ലോ സഭകളിൽ. ഇപ്പോൾ രാവിലെ മുതൽ 7 മണി തൊട്ട് അങ്ങ് രാത്രി 10 മണി വരെ ഉണ്ട്. അപ്പോൾ അതിന് ഈ പക്കവാദ്യം ചിലപ്പോൾ 2 പേരായിരിക്കും, ഒരു മൃദംഗം വയലിൻ. അവർ ഇൻസ്ട്രുമെൻറ്റ് മാറ്റി മാറ്റി വായിക്കും, അതേ ഉള്ളൂ. ഈ ഫീമെയിൽ പാടുമ്പം 5 6 ഒക്കെ വെച്ച് വായിക്കും, മറ്റേത് 1 വെച്ചോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പോവുക. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഭയങ്കര ഒരു ബുദ്ധിശാലിയായിട്ടുള്ള മനുഷ്യൻ ആ വയലിൻസിൻ്റെ അടുത്ത് പോയിട്ട്, അതേ ചില രാഗങ്ങളൊന്നും മറ്റേ വയലിൽ വരത്തില്ലല്ലേ, ഈ വയൽ മാറ്റി മാറ്റി വായിക്കുന്നത് കണ്ടിട്ടേ അത് ഈ രാഗം ഈ വയലിലില്ലെന്ന് ഭയങ്കര ബുദ്ധിപൂർവ്വമാണ് പോയി ചോദിച്ചത്. അപ്പോൾ അതിന് ആ വയലിനിസ്റ്റിൻ്റെ മറുപടിയാണ് രസകരം. അയ്യോ ചേട്ടാ, അത് രാഗം വരാത്തതുകൊണ്ടല്ല, എനിക്ക് കൈ കഴിക്കുമ്പോൾ ഞാൻ വേറെ വയലിനെടുത്ത് വായിക്കുന്നതാണ്. അങ്ങനെയൊക്കെ അതല്ലേ കൊടുക്കേണ്ടത്. ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതുപോലെ ഈ ബാക്ക് സ്റ്റേജിലൊക്കെ ചിലർ വരും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അയ്യോ, അത് ഒരു ഇതും ഉണ്ടാവില്ല. ഞാനത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. വിനീത് കേൾക്കാം. വിനീത് ഒരു പ്രാവശ്യം കരളയാണ് ഏതോ ഒരു പാട്ട് പാടിയിട്ട് ഇങ്ങനെ ഫുൾ ഫയറിൽ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക് സ്റ്റേജിലേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ഒരാളിങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തി, എനിക്കൊന്ന് US എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇങ്ങനെ അവൻ്റെ നിൽക്കൂ. അപ്പോൾ അവൻ ഇങ്ങനെ വന്ന്, എനിക്ക് നിങ്ങളറിയില്ല, എനിക്ക് നിങ്ങളുടെ അച്ഛനെ അറിയാം എന്ന് വിനീതിനോട്. വിനീതാണ് ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്, കാരണം ക്രൗഡ് റെസ്പോൺസ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് നിൽക്കൂ, എനിക്ക് നിങ്ങളറിയില്ല, എനിക്ക് നിങ്ങളുടെ അച്ഛനെ അറിയാം. അപ്പോൾ വിനീത് നേരെ തിരിച്ച്, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ അച്ഛനെ അറിയില്ല. അങ്ങനെ കുറെ പേര് 10 ഗുണമെന്നാ. അച്ഛൻ്റെ മോനല്ലേ. അതെ.